പരാത്പര. ഏവം ശ്രീകൃഷ്ണദേവസ്യ നാംനാമഷ്ടോത്തരം ശതം സർവസിദ്ധിപ്രദാതാരം സർവമൃത്യുനിവാരണം. ഓം തത്സത്. ശ്രീകൃഷ്ണഗാഥാ പാരായണം 24-ാം ദിവസം, ചിങ്ങമാസം 23-ാം തീയതി നാരദ പരീക്ഷ മുതലാണ് ഇന്ന് പാരായണം ചെയ്യേണ്ടത്. ഭഗവാന്റെ ധ്യാന ശ്ലോകത്തോടു കൂടി പാരായണം ആരംഭിക്കുകയാണ്. ഓം തത്സത്. കേരളക്കരയിൽ ഉത്തരാഗ്രഭുവി കോലഭൂപനുടെ തോഴനായി കൃഷ്ണഗാഥ വിരചിച്ച വിപ്രകവി താമസിച്ചൊരു ചിറക്കലിൽ പാലഭൂതിലകമായി മേവിടുന്നൊരു ദേശമായ കടലായി. മേവിടുന്ന നവനീത കൃഷ്ണ പരിപാഹി മാം ഭുവനരക്ഷക. മേവിടുന്ന നവനീത കൃഷ്ണ പരിപാഹി മാം ഭുവനരക്ഷക. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കൃഷ്ണഗാഥാ പാരായണം നാരദ പരീക്ഷ. കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി. ഇന്നീ തന്നൂടെ പുഞ്ചിരിയായോരു ചന്ദ്രികാമയിൽ പാരക്കയാലേ പാലാഴി വെള്ളത്തിൽ മുങ്ങി നിന്നിടുന്ന നീലാഭമായോരു ശൈലം പോലെ മേവി നിന്നിടുന്ന ദൈവതം തന്നെ ഞാൻ കൈവണങ്ങിടുന്നേൻ കാത്തുകൊള്ളാൻ. കീർത്തിയെ വാഴ്ത്തുവാൻ ഓർത്തു നിന്നിടുമെൻ ആത്തിയെ തീർത്തു തുണയ്ക്കേണമേ. മായതൻ മായത്താൽ മാനുഷനായോരു മാധവൻ തന്നൂടെ മന്ദിരത്തിൽ മാലോകർക്കുണ്ടായ മാലെല്ലാം തീർത്തിട്ടു മാനിനിമാരുമായി മേവും കാലം നാരദ മാമുനി അണ്ണി നിന്നിടിനാൻ വാരിജലോചനൻ വൈഭവത്തെ. 2000 ഭാര്യമാരുണ്ടല്ലോ എന്നെ നീ പൂണേണമെന്നും ചൊല്ലി എണ്ണമറ്റിടുന്ന മന്ദിരം തോറുമി കണ്ണന്താനെങ്ങിനെ പാഞ്ഞുകൊള്ളൂ. ചിന്തിച്ച തോറുമി നെഞ്ചകം തന്നിലിൻ അന്ധത എന്നിയെ കണ്ടുതില്ലേ. സുന്ദരിമാരുടെ മന്ദിരം തോറുമി നിന്നിവനെങ്ങിനെ നിന്നു ന്യായം എന്നതു കാണണം എന്നങ്ങു ചിന്തിച്ചു ചെന്നു തുടങ്ങി ഞാൻ ദ്വാരകയിൽ. മുമ്പിനാൽ കണ്ടോരു മന്ദിരം തന്നിലൻ അമ്പോടു പൂകിനാൻ ആദരവിൽ. കേടറ്റു നിന്നുള്ള വേദങ്ങൾ തന്നുള്ളിൽ ഗൂഢമായി മേവുന്ന ദേവൻ തന്നെ. തിണ്ണമാണഞ്ഞുടൻ പുണ്യമി എന്നുള്ള കണ്ണിന തന്നീലങ്ങാക്കിക്കൊണ്ടാൻ. ചാമരം കൊണ്ടങ്ങു വീതു തുടങ്ങിന കാമിനി തന്നെയും ഔവണ്ണമേ. നാരദൻ വന്നതു കണ്ടൊരു നേരത്തു വാരിജലോചനൻ പാരാതെകാൻ. ആസനം മുമ്പായ സാധനം നൽകിനി ആദരിച്ചിടിനായ വണ്ണം. മാനിതനായൊരു മാമുനി താനപ്പോൾ മാധവൻ ചാരത്തു നിന്നു പിന്നെ. മറ്റൊരു മന്ദിരം തന്നീലകം പൂക്കാൻ പറ്റാതെ നിന്നൊരു കൗതുകത്താൽ മാധവൻ മുന്നിൽ തൻ മാനിനി താനുമായി ചൂതുപൊരുന്നതു കാണായപ്പോൾ. മാമുനി വന്നതു കണ്ടൊരു മാധവൻ മാനിച്ചു നിന്നു മതിർക്കും വണ്ണം. മുന്നമേ വന്നുതോ എന്നങ്ങു ചോദിച്ചാൻ മുന്നം താൻ കണ്ടില്ല എന്ന പോലെ. എന്നതു കേട്ടൊരു നാരദ മാമുനി ഏതുമേ മിണ്ടാതെ നിന്നു പിന്നെ. വേഗത്തിൽ പോയങ്ങു ചാരത്തു നിന്നൊരു ദേഹത്തിൽ പൂകനാൻ ആകുലനായി. ബാലകന്മാരെ തന്മാതിരണച്ചുടൻ
മാലകന്മാരെ തന്മാരിയിലങ്ങാക്കിയിട്ടു ലാളിച്ചു നിന്നതു കാണായപ്പോൾ പെട്ടെന്നെഴുന്നേറ്റു പേശലമായൊരു വിഷ്ടരം നൽകിനാൻ നാഥനപ്പോൾ. വിഷ്ടരം പൂകിന നാരദൻ തന്നോടു തുഷ്ടനായി നിന്നു പറഞ്ഞാൻ പിന്നെ, ഒട്ടുനാൾ കൂടിയിട്ടു കാണുന്നതിന്നിപ്പോൾ ഇഷ്ടരായുള്ളവരെന്തിങ്ങനെ പുത്രരുമായിട്ടു മന്ദിരം തന്നീലെ നിത്യമായി നിൽപ്പുതേയുള്ളൂ ഞാനോ. കാലമു പോയല്ലോ ബാലകന്മാരുടെ ലീലകൾ ഓരോന്നേ ചാലക്കണ്ടാൽ. പൈതങ്ങളുണ്ടാകിൽ പൈതന്നെയുണ്ടാക കൈതവമല്ലതാൻ ചൊന്നതെന്നും ഭംഗികളായവർ ചൊല്ലുന്ന വാർത്തകൾ ഇങ്ങനെ ഓരോന്നേ ചൊല്ലിപ്പിന്നെ. ബാലകന്മാരെയും ചാലെ പുണർത്തു തൻ ആലയം തന്നിലെ നിന്ന നേരം ഓർച്ച പൂണ്ടിടുന്ന നാരദ മാമുനി ഓടിനാൻ മറ്റൊരു മന്ദിരത്തിൽ മന്ദിരത്തിൽ മജ്ജനത്തിനു തുടങ്ങി നിന്നിടുന്നു അച്യുതൻ തന്നെയും കണ്ടാനപ്പോൾ. അന്യമായുള്ളൊരു മന്ദിരം തന്നിലെ പിന്നെയും ചെന്നങ്ങു പോകും നേരം അജ്ഞതവേറായുള്ള അരണർ ചുഴറ്റു യജ്ഞങ്ങൾ കൊണ്ടു യജിച്ചു നന്നായി. നാഗികൾ ദോഷത്തെ നൽകി നിന്നിടുന്ന നാഥനെ കാണായി പൊഴുറ്റപ്പോൾ നിഷ്കളമെന്നങ്ങു ചൊൽക്കൊണ്ട ബോധത്തെ നിശ്ചലമായൊരു മാനസത്തിൽ ചേർത്തു നിന്നിടുന്ന തമ്പോടു കാണായി. താസ്തയോടങ്ങൊരു മന്ദിരത്തിൽ വാളുമെടുത്തു നൽചർമ്മവുമായിട്ടു മേളത്തിൽ നിന്നു പയറ്റി നന്നായി ശീലിച്ചു നിന്നൊരു നീലക്കാർ വർണ്ണനെ കാലത്തെ ചെന്നങ്ങു പണ്ടാൻ പിന്നെ. മറ്റൊരു മന്ദിരം പൊക്കൊരു നേരത്തു മറ്റൊരു മന്ദിരം പൊക്കൊരു നേരത്തു മറ്റൊരു ജാതിയിൽ കാണായിതും. ഇങ്ങനെ ഓരോരോ മന്ദിരം തോറുമ മംഗലനായൊരു മാമുനി താൻ കണ്ടേറ്റവും വിസ്മയിച്ചിടിനാൻ കൊണ്ടൽ നിർവർണ്ണന്റെ വൈഭവത്തെ. മുമ്പിനാൽ ചെന്നൊരു മന്ദിരം തന്നിൽ ചെന്നംബുജലോചനോടും കൂടി മായതൻ വൈഭവം കൊണ്ടു പറഞ്ഞിട്ടു മാനിച്ചു നിന്നു നൂറുങ്ങു നേരം. മാധവൻ തന്നോടു യാത്രയും ചൊല്ലിട്ടു അഗാതെ പോയാന മാമുനിയും. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. പാണ്ഡവർ കമ്പോടു പാങ്ങായി നിന്നൊരു പാദോജലോചനൊരു നാൾ കല്യമായുള്ളൊരു കാലത്തെഴുന്നേറ്റു കർമ്മങ്ങൾ ഓരോന്നേ ചെയ്തു പിന്നെ. ഭോജനം പെണ്ണിയലങ്കൃതനായിട്ടു ഭോജന്മാരോടു കലർന്നു നന്നായി. ആസ്ഥാന മണ്ഡപം തന്നിലെഴുന്നള്ളി വാഴ്ത്തുന്ന വന്ദിഗണങ്ങളുമായി ശില്പം കലർന്നൊരു പൊൽപ്പീഠം തന്നിലെ കൽപ്പോടു ചെന്നങ്ങിരുന്ന നേരം സാധ്യതി മുമ്പായ മന്ത്രികൾ മാനിച്ചു സാത്വികഭൂഷണ വേഷന്മാരായി ചാലത്തു ചെന്നു പറഞ്ഞു തുടങ്ങിയ കാര്യങ്ങൾ ഓരോന്നേ ചേരും വണ്ണം. അത്തക്കളഞ്ഞുള്ള നർത്തകന്മാരെല്ലാം നൃത്തം തുടങ്ങിനാർ നീതിയോടെ. ഗാനം തുടങ്ങിനാർ ഗായകന്മാരെല്ലാം ആനന്ദമുള്ളിലയറ്റും വണ്ണം. ആദ്യതരായുള്ളൊരാരണരെല്ലാരും ആശിയും ചൊന്നങ്ങു നിന്ന നേരം പണ്ടെന്നും കാണാതൊരുത്തനെ കാണായി കൊണ്ടൽ വർണ്ണന്റെ മുന്നലപ്പോൾ. ഇങ്ങനെ വന്നു നീങ്ങിപ്പോൾ എന്തൊരു കാര്യം ചിന്തിച്ചെന്നും ചോദിച്ച നേരത്തു ചൊല്ലാതിന്നിടി ഞാൻ മാധവൻ തന്നോടു ദൂതനപ്പോൾ. മാഗധൻ തന്നാലെ കെട്ടുകെട്ടിയിടുന്ന മന്നവരെല്ലാരും ചൊല്ലുകയാല് വേഗത്തിൽ പോന്നിങ്ങു വന്നിരു ഞാനിപ്പോൾ വേദന പോക്കുവാൻ തമ്പുരാനെ. ദ്വാരക തന്നിൽ നീ പാരാതെ ചെന്നു വാരി ജലോചനോടു ചൊല്ലു. വമ്പു കലർന്നൊരു മാഗധനങ്ങളെ അമ്പു വെടിഞ്ഞു പിടിച്ചു നേരെ. അന്തക മന്ദിരം തന്നെയും എന്നൊരു ബന്ധന മന്ദിരം തന്നിലാക്കി
അല്ലലെ പതുക്കുന്നതിങ്ങനെ എന്നതു ചൊല്ലാവ കണ്ടേതും തമ്പുരാനെ. ചങ്ങല പൂണ്ടങ്ങൾ പാദങ്ങളെല്ലാമേ ചെല്ലി അരഞ്ഞങ്ങു പാതിയായി. എണ്ണയാകുന്നതു കണ്ണുനീരല്ലോ താൻ തണ്ണീരാകുന്നതും കണ്ണുനീരെ. ഉണ്മയെന്നുള്ളൊരു വാർത്തയും ഇന്നെല്ലാം ഉണ്മയെ ചൊല്ലി മറന്നുതായി. ചൊൽക്കൊണ്ടു നിന്നുള്ള നൽകുറയെല്ലാമേ ദിക്കുകളായി വന്നു മിക്കവാറും. രക്ഷികളാകിന ശൂരന്മാരുണ്ടെന്നും ഭക്ഷിപ്പാനായിട്ടു നിന്ന പോലെ. പാലിച്ചു നിന്നുള്ള ചൂരലുമായവർ ഘോരത ചിന്തിച്ചു കാൺകിലിപ്പോൾ. രാമന്മാരായുള്ള ദൂതന്മാരെല്ലാമേ സാമ്യന്മാരെന്നു വന്നുകൂടും. ഇത്തരം ഓരോന്നെ സത്വരം ചൊല്ലില്ല വിസ്തരിച്ചെന്നു പറഞ്ഞു കാര്യം. വേണുന്നതല്ലാമേ ചൊല്ലിലായല്ലോ താൻ വേദന പൂണ്ടുള്ള രങ്ങളിപ്പോൾ. കാതരന്മാരായ ഞങ്ങളെ തൊട്ടു കാരുണ്യമുണ്ടാവാൻ കാലമായി. പാരാതെ ഞങ്ങളെ പാലിച്ചു കൊള്ളേണം പാദോ ജലോചന തമ്പുരാനെ. മന്നവരെല്ലാരും ഇങ്ങനെ ചൊല്ലയൻ എന്നോട് ഭിന്നരായി ചൊല്ലിവിട്ടു. ഒത്തതു ചെയ്തു നിത്യനായുള്ളവേ ഭക്തപരായണ തമ്പുരാനെ. ദൂതനായുള്ളവൻ ഇങ്ങനെ ചൊല്ലുമ്പോൾ ദൂരവേ കാണായി വീണയുമായി. നാരദനാകിന നന്മുനി വന്നതു വാരിജവല്ലഭൻ എന്ന പോലെ. കാണുന്ന ലോകർത്തൻ പാണികളായൊരു പങ്കജ പാളിക്കു തിങ്കളായി. വന്നതു കണ്ടൊരു വാരിജലോചനൻ ചെന്നണഞ്ഞമ്പിനോടാദരവിൽ. പൊന്മയമായൊരു വിഷ്ടരം തന്നിലെ സന്മതിയോടങ്ങിരുത്തി. പിന്നെ യോഗ്യമായുള്ളൊരു പൂജയെ ചെയ്തിട്ടു ഭാഗ്യവൻ ഞാനിനി എന്നു ചൊന്നാൻ. പൂജിതനായൊരു നാഥനൻ എന്നപ്പോൾ പൂതന വൈദികനോടു ചൊന്നാൻ. ധാർമ്മികനായൊരു ധർമ്മജൻ ചൊല്ലാൻ ഞാൻ കാണുന്നതിനായിട്ടു വന്നതിപ്പോൾ. പാരാതെയുണ്ടൊരു കാര്യം വേണ്ടുന്നു കാര്യമാകുന്നതെന്തെന്നല്ലി. യജ്ഞത്തെ ചെയ്യയിൽ ഇച്ഛയുണ്ടേറ്റവും യജ്ഞമാകുന്നൊരു രാജസൂയം. ദിഗ്ജയം വേണമതീനെന്നു ചിന്തിച്ചു സജ്ജരനായിട്ടു മേലിപ്പോൾ. പാരാതെ ചെന്നതു പൂരിക്ക വേണമേ പോരായ്മ വാരാത വണ്ണമെന്നാൽ. കൃഷ്ണ നാളെ കുറച്ചധികം വായിക്കും. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. ഭഗവാന്റെ തൃക്കാൽക്കൽ ഇന്നത്തെ പാരായണം സമർപ്പിക്കുകയാണ്. ഓം തത്സത്. എല്ലാവരുടെയും നന്മയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട്